ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഭയങ്കര ഹാപ്പിയിലാണ്. നമ്മുടെ വീഡിയോസിൽ ഇതുവരെ വരാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാനിന്ന് വീഡിയോ തുടങ്ങുന്നത്. കുറച്ച് പേർക്കെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായി കാണും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫാമിലി ട്രിപ്പിന് ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. സമയം ഇപ്പോൾ ഏകദേശം രാത്രി 10 മണിയോടടുത്തു. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് 10:30. അതിനു മുന്നേ നമ്മൾ ലഗേജ് എല്ലാം സെറ്റാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ബാഗ് പാക്ക് ചെയ്ത് ഇവിടെ എത്തും വരെയുള്ള വിശേഷങ്ങൾ ഒന്ന് കണ്ടിട്ട് വന്നാലോ? സോ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യാത്രയ്ക്ക് മുന്നോടിയായി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഒരുമിച്ച് ഞങ്ങൾ 3 പേരും പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അമ്മയോട് യാത്രയും പറഞ്ഞ് നമ്മുടെ സാധനങ്ങളെല്ലാം ബൈക്കിലാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. ജോയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അത്ര ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ടെത്തി. ഇനി എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് നോക്കണം. എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞോ, പാക്കിംഗ് എല്ലാം സെറ്റായോ എന്ന് അറിയണം. വാതിൽ മുട്ടി ആദ്യം തുറന്നു വന്നത് നമ്മുടെ അപ്പച്ചനാണ്. സമയം 8 മണി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരുടെയും പാക്കിങ്ങും ഒരുക്കവും എല്ലാം കഴിഞ്ഞ് ഒരു 9 മണി ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നു. അതിനു മുന്നേ, യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മാരേജ് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞെങ്കിലും ഒരു ഫാമിലി ട്രിപ്പിന് പോകാൻ അവസരം എത്തത് ഇപ്പോഴാണ്. സോ അതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഒരുങ്ങി താഴ്ത്തു വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നു. ഈ ഓട്ടോ, ഇതിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഒരോട്ടോ അല്ലട്ടോ, 2 ഓട്ടോ ഉണ്ട്. ആളും കൂടുതലാണ്, ലഗേജും അധികം ഉണ്ടേ. ലഗേജ് എല്ലാം സെറ്റാക്കിയപ്പോഴേക്കും നമ്മുടെ അടുത്ത ഓട്ടോ വന്നു. സോ ഇനി 2 കൂട്ടരും 2 വണ്ടിയിലായിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാനും ജോയും ബിനോയും ഒരോട്ടോയിലും അപ്പച്ചനും അമ്മച്ചിയും ആഞ്ചലീനയും വേറൊരു ഓട്ടോയിലും. അങ്ങനെയായിരുന്നു പോക്ക്. എക്സൈറ്റ്മെന്റ് ആണോ, ആവേശമാണോ, സന്തോഷമാണോ, എന്താണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം വല്ലാത്തൊരു കാത്തിരുന്നൊരു മൊമെന്റിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്കുള്ള യാത്ര. ദേ ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ. ഇനി സീറ്റ് നമ്പർ കയറി ഇങ്ങനെ ഇരുന്നാൽ മതി. എറണാകുളം സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. സോ ഇനി ഒരു 10:30 ട്രെയിൻ സ്റ്റാർട്ടാക്കി. ഇനി ഞാൻ പറയാം ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന്. വേളാങ്കണ്ണിക്ക്, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഒരുപാട് കാലത്തെ നേർച്ച കഴിക്കാൻ. ട്രെയിൻ മൂവായി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വിശപ്പങ്ങ് കയറി. സോ ട്രെയിൻ പോകുന്നതനുസരിച്ച് ഞാൻ എൻ്റെ തീറ്റ നടത്തി. അത് പിന്നെ വിശപ്പ് വന്നാൽ പിന്നെ സഹിക്കാൻ പറ്റില്ലല്ലോ. ഇനി നമ്മുടെ ഈ ട്രെയിൻ അങ്ങ് വേളാങ്കണ്ണിലെത്തുമ്പോൾ സമയം ഏകദേശം 10-11 മണിയാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കണ്ടേ? ആക്ച്വലി വേളാങ്കണ്ണിക്കല്ല, നാഗോട്ടണം വരെ ഉള്ളൂ. അവിടുന്ന് വേറെ വണ്ടി എടുത്ത് വേണം വേളാങ്കണ്ണിക്ക് പോകാൻ. സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു. ഇനി കുറച്ചു നേരം കാറ്റും കൊണ്ട് കാഴ്ചയും കണ്ടിരിക്കാം. രാത്രി കുറെ വൈകിയോണ്ട് ഇരുട്ടത്താണ് ഫുള്ള് കാഴ്ച. പക്ഷേ ഈ കാറ്റും കൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഇനി ഉറക്കം വരുമ്പോൾ അങ്ങോട്ട് കയറി കിടക്കണം. രാവിലെ നമ്മൾ നേരം വെളുക്കുമ്പോഴേക്കും തമിഴ്നാട്ടിലെത്തിക്കാണോ. ട്രെയിനിൽ നല്ല തണുത്ത കാറ്റടി കയറിയപ്പോഴേ അമ്മ മങ്കിക്കാപ്പം വെച്ചിരിപ്പായി. സമയമേറെ വൈകി. ഇനി പയ്യെ കിടക്കണം. പക്ഷേ നമ്മുടെ ആഞ്ചലീന ഫുൾ ഓണാണ്. കാരണം അവൾ തിരിച്ചറിവായ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രെയിൻ യാത്ര. അതുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം കാണാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു പുള്ളിക്കാരത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ പുള്ളിക്കാരത്തി സീറ്റിൽ കയറും, അവിടെ നിന്ന് ചാടി ഇറങ്ങും, പിന്നെയും കയറും, പിന്നെ ഇറങ്ങും. ഇത് തന്നെയായിരുന്നു കളി. എത്ര വിളിച്ചിട്ടും ആള് വരാൻ കൂട്ടാക്കിയില്ല. അപ്പൊ ഞാൻ കരുതി കുറച്ചു നേരം പപ്പട കൂടെ കളിച്ചെടുക്കട്ടെ, ഉറക്കം വരുമ്പോൾ താനെ വന്നോളുന്നു. അപ്പോഴേക്കും ബാക്കി എല്ലാവരും അവരവരുടെ ബെർത്തിൽ സീറ്റ് ഉറപ്പിച്ചു. ഞാനും എന്റെ സീറ്റിൽ മാറി കിടപ്പായി. പക്ഷേ ആഞ്ചലീന ഫുൾ ഓൺ. സമയമേറെ ഇരുട്ടിയപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമായി. എല്ലാവരും അവരവരുടെ ബെർത്തിൽ കയറി കിടപ്പായി. ട്രെയിൻ നല്ല വേഗത്തിൽ കുതിച്ചു പായാൻ തുടങ്ങി. ഇനി നാളെ രാവിലെ കണ്ണു തുറക്കുമ്പോഴേക്കും നമ്മൾ തമിഴ്നാട്ടിലെത്തിക്കാണും. സോ ഗുഡ് നൈറ്റ്. ഇനി നാളെ കാണാം. നമ്മുടെ ആഞ്ചലീനയും നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി. ഇനി ഞാൻ ഉറങ്ങട്ടെ. പിറ്റേന്ന് രാവിലെ നല്ല മോർണിംഗ് വ്യൂ കണ്ടുകൊണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഉറക്കമെണീക്കല്. ഇനിയുള്ള പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആക്ച്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കരുതിയിട്ടാണ് വന്നത്. ചപ്പാത്തി
ചപ്പാത്തിയും നല്ല എരിവുള്ള വിന്താരിയും. ചപ്പാത്തി കഴിക്കാത്തവർക്കായിട്ട് പത്തിരിയുണ്ട്, ബ്രെഡും ജാമും ഉണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കുശാൽ. ട്രെയിനിൽ പോകുമ്പോൾ ഈ കാഴ്ചകൾ വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ ഈ കൊച്ചിക്കാർക്ക് ഈ പാടവും വയലും ഒന്നും അങ്ങനെ കാണാൻ കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളും ഈ ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയെല്ലാം നന്നായി തന്നെ എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞ ഈ ട്രെയിൻ യാത്ര ഒരു പരിധി കഴിഞ്ഞ മഹാബോറ് പരിപാടിയാണ്. കാരണം നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കുറേ നേരം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ട്രെയിനിലായതുകൊണ്ട് തന്നെ വലിയ റേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് ഫോണിലധികം കുത്തി കളിക്കാൻ പറ്റില്ല. പിന്നെ കൂടെ എൻ്റെ അനിയനുള്ളത് കൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്തെ ഓരോരോ കാര്യങ്ങളും പഴയകാല ഓർമ്മകളും കുറേ പണ്ടത്തെ ചളികളും തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ പരസ്പരം പൊട്ടിച്ചിരിച്ചു. കുറേ സമയങ്ങൾ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ ഈ പോയിട്ട് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നത് കുറച്ച് കാൻഡിഡ് പിക്സും വീഡിയോസ് എടുക്കാനാണ്. അതാണ് മെയിൻ ഉദ്ദേശം. കാരണം ഇതൊക്കെയല്ലേ ഈ സമയത്ത് നടക്കുള്ളൂ. അങ്ങനെ ഒരു ദൂരയാത്രക്കൊടുവിൽ ഫൈനലി നമ്മൾ നാഗപട്ടണത്തെത്തി. സ്റ്റേഷനിലേക്ക് ഇറങ്ങാനുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഞാൻ നാഗപട്ടണത്തിന്റെ മണ്ണില് കാല് കുത്തുകയാണ് സുഹൃത്തുക്കളെ. കാല് കുത്തിയപ്പോൾ തന്നെ കുറെ ഓട്ടോ ചേട്ടന്മാര് നമ്മളെ വന്നങ്ങ് വളഞ്ഞു. ചേട്ടന്മാരല്ല, അണ്ണന്മാര്. ദാ പുറകിൽ വന്ന ഓട്ടോച്ചേട്ടന്റെ വണ്ടിയിലാണ് ഞങ്ങൾ കയറിയത്. പുള്ളി നേരെ വണ്ടിയിലേക്ക് ഞങ്ങളെ ആനയിച്ചു കൊണ്ടുപോയി. ഇനി നേരെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക്. ഷെയർ ഓട്ടോയിലുള്ള ഈ ഒരു പോക്ക് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം 8-10 പേര് ഒറ്റ ഓട്ടോയിൽ കയറി അങ്ങ് പോകും, കൂടെ വിത്ത് ലഗേജ്. നമ്മളങ്ങനെ വേളാങ്കണ്ണിയിൽ നമ്മൾ ബുക്ക് ചെയ്ത സ്പോട്ടിലെത്തി. ആക്ച്വലി ഈ സ്പോട്ട് ഭയങ്കര ഉഷാറാണ്. കാരണം നമ്മുടെ റൂമിന്റെ പുറത്ത് നിന്ന ദാ കാണുന്നതാണ് വേളാങ്കണ്ണി പള്ളി. റൂമിലെത്തിയ ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. കാരണം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണേ, വിശന്ന് കത്തി വലിഞ്ഞാ എത്തിയിരിക്കുന്നത്. സോ ഇനി നേരെ ഹോട്ടലിലേക്ക്. റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നല്ലൊരു കേരള മീൽ തന്നെ ഓർഡർ ചെയ്തു. നല്ല വാഴയിലയിൽ നമ്മുടെ നാടനോടും കൂടെ ഒരു മീൻ വറുത്തതും. ഇവിടുത്തെ പപ്പടമൊക്കെ നമ്മുടെ ചപ്പാത്തിയുടെ വലിപ്പമുണ്ട്. ഇത് വെച്ച് വിശറി പോലെ വീശാം, അത്ര കട്ടിയായിരുന്നു. നല്ലൊരു ഊണും കഴിച്ച് നേരെ റൂമിൽ പോയി ഫ്രഷായി ഒറ്റ ഉറക്കം. സത്യം പറഞ്ഞാൽ അത്ര ടയേർഡായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വൈകിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് നേരെ പള്ളിയിലേക്ക്. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത ഇക്കാണുന്നതാണ് പള്ളി. അതുകൊണ്ട് തന്നെ ആ ഒരു പോക്കുവരവ് വളരെ ഈസി ആയിരുന്നു. വൈകിട്ട് പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോഴും ആഞ്ചലിന അവളുടെ ഫേവറേറ്റ് ടോയ് ആയ റാബിറ്റിനെ കൂടെ കൊണ്ടുപോയി. കാരണം ഇതില്ലാണ്ട് പള്ളിയിലേക്ക് ഇറങ്ങില്ലെന്ന മട്ടിലായിരുന്നു പുള്ളിക്കാരത്തി. സോ അതുകൊണ്ട് റാബിറ്റുമായിട്ടായിരുന്നു വൈകുന്നേരത്തെ കറക്കം മൊത്തം. ഇതാണ് പഴയ പള്ളി, അതായത് മാതാവിന്റെ അത്ഭുത പള്ളി. ഇവിടെ സുനാമി വന്ന സമയത്ത് ഈ പള്ളിയുടെ അകത്ത് കയറിയിരുന്നവരെല്ലാവരും രക്ഷപ്പെട്ടുവെന്നും തിരമാല പള്ളിയുടെ ഫ്രണ്ട് വരെ വന്ന് തിരിച്ചു പോയെന്നുമാണ് പറയപ്പെടുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത്. കാരണം വൈകിട്ട് ഇവിടെ വരുന്നവര് ഈ ബീച്ചിൽ പോവാതെ തിരിച്ചു പോവില്ല. അത്യാവശ്യം ഷോപ്പിങ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കുകയും ചെയ്യും. ബീച്ചും ഇവിടുത്തെ മാർക്കറ്റും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി. പിന്നെ ഇവിടുത്തെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം ബാർഗെയിനിങ് ടെക്നിക്ക് കൂടെ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ വിലപേശലേ, ഇലക്കും മുള്ളിനും കേടില്ലാത്തൊരു വില പറഞ്ഞാൽ അവരവിടെ നിൽക്കും. നമ്മളും ഹാപ്പി, അവരും ഹാപ്പി.
സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ പറഞ്ഞു തരാനല്ല, നിങ്ങളത് നേരിട്ട് വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. കാരണം ഞാനിത് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റാവുന്നവരൊക്കെ ഇവിടെ നേരിട്ട് വന്ന് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. കണ്ടിട്ടില്ലാത്തവരും ഇവിടെ വന്നിട്ടില്ലാത്തവരും ഉറപ്പായും വന്നോട്ടോ, കാരണം ഇതൊരു അനുഭവമാണ്. അങ്ങനെ വേളാങ്കണ്ണിയിൽ ഫസ്റ്റ് ഡേ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കുറേ എക്സ്പ്ലോർ ചെയ്തു. ഒരു ഹോട്ടലിൽ വന്ന് രാത്രിത്തെ നല്ലൊരു ഉഷാർ ബിരിയാണി ഡിന്നറും കഴിച്ച് ഇനി നേരെ റൂമിലേക്ക്. ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ റൂമിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ അറ്റ് വേളാങ്കണ്ണി ഇങ്ങനെ തീർന്നതാണ്. നാളെ രാവിലെ 9 മണിക്കാണ് കുർബാന. അപ്പോൾ അതിന് പോകണം ഇനി. സോ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. സോ ബൈ.